എന്താ കഥ? എന്താ കഥാന്നോ? ഏതാണ് പറഞ്ഞത്? ഏതാണ് പറയാത്തത്? ഒരു പിടുത്തവും കിട്ടില്ലല്ലോ. എത്ര അനുഭവമാണ് വരുന്നത്? നിങ്ങളോട് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. നിങ്ങൾ ഓരോ അനുഭവവും കേൾക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ അനുഭവമായിരിക്കാം. ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് എടുത്തു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു രക്ഷയുണ്ടാവില്ല. തിരിഞ്ഞു പോയി കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതിപ്പം മിനിയുടേതാണ് ഗ്രൂപ്പിലെ. ശ്രീകാന്ത് ഏട്ടാ, ഞാൻ മിനി ത്രിമധുരം ഗ്രൂപ്പിലെ അംഗമാണ്. എനിക്കൊരു ചെറിയ അനുഭവം പറയാനുണ്ട്. എനിക്ക് പ്രഷറുള്ള ആളാണ്. ഒരിക്കൽ എൻ്റെ മടിഭാഗത്ത് ഒരു വലിയ മുഴ, ഒരു വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. ദിവസവും അങ്ങനെ വേദന തിന്നാണ്. എൻ്റെ അപ്പച്ചിയുടെ മകള് നേഴ്സാണ്. ചേച്ചി എന്നോട് പറഞ്ഞു എത്രയും വേഗം ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു. വലിയ മുഴയാണല്ലോ, എങ്ങനെ വേദന സഹിക്കുന്നു എന്ന് ഡോക്ടർ ചോദിച്ചു. ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു മുഴ കീറി എടുത്ത് കളയണം, വലുതായി പോയി. എന്നോട് ഡോക്ടർ പറഞ്ഞു മയക്ക് ഡോക്ടറെ കാണാൻ. അങ്ങനെ എൻ്റെ ആങ്ങളെയും ഞാനും കൂടി ഡോക്ടറെ കണ്ടു. അവർ എൻ്റെ പേപ്പർ വാങ്ങി നോക്കി, എന്നിട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. കാരണം എനിക്ക് പ്രഷർ കൂടുതലാണ്. അവർ എനിക്ക് മയക്ക് വെക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവർ കൊലക്കുറ്റത്തിന് ജയിലിൽ പോയി കിടക്കാൻ വയ്യ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അവിടെ ഇരുന്ന് കണ്ണുനീരൊഴുക്കി. ഇതെല്ലാം ഭഗവാൻ കാണുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണാ, പിറ്റേ ദിവസം എൻ്റെ മുഴ അപ്രത്യക്ഷമായി. എന്തൊരത്ഭുതം! കണ്ണാ, ആർക്കും പറഞ്ഞിട്ട് വിശ്വാസമില്ല. ഭഗവാനെ ഞാൻ എപ്പോഴും വിളിക്കുകയും നാമം ചൊല്ലുകയും ചെയ്യുന്നതിൻ്റെ ഫലം നീ ഇങ്ങനെ എനിക്ക് തന്നു. കണ്ണാ, ഇത് എഴുതുമ്പോൾ കൂടി എൻ്റെ കണ്ണ് നിറയുന്നു. ഇത് കൂടിപ്പോയോ? ശ്രീകാന്തേട്ടന് സമയം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി. ശ്രീകാന്തേട്ടനും കുടുംബത്തിനും എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. അക്ഷരത്തെറ്റുണ്ടോ എന്ന് അറിഞ്ഞുകൂടട്ടോ, എങ്കിലും ക്ഷമിക്കണം. എന്താ കഥ? മിനി കുറേ ദിവസമായി പറയുന്നു, ഗ്രൂപ്പിലെ അംഗമാണ്, ഈ അനുഭവം പറയാൻ. അപ്പം മിനി ഇതാ ഞാൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ. വേറെ എന്താ? വേറെ ഒന്നുമില്ല. അങ്ങനെ പോവുകയാണ് ഈ കഥകളും അനുഭവങ്ങളും ഒക്കെ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. ഇന്ന് പ്രവീൺജിയുടെ വകയാണ് സമ്മാനം. ആനന്ദക്കണ്ണൻ്റെ പ്രവീൺജിയില്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. പ്രവീൺജിയുടെ പുതിയൊരു സംരംഭമൊക്കെ വരുന്നുണ്ട്, തിരുവനന്തപുരത്താണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഒരു സമ്മാനം നൽകാമെന്ന് പ്രവീൺജി വിചാരിച്ചു. അങ്ങനെയാണ് കാര്യങ്ങൾ. ഹരേ കൃഷ്ണ.